വെൽക്കം ടു സ്റ്റഡി വിൻ PSC. ദേവസ്വം ബോർഡ് LD ക്ലർക്ക് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രീവിയസ് ഇയറിലെ ദേവസ്വം ബോർഡ് പരീക്ഷകളിലെ ജനറൽ നോളജ് ക്വസ്റ്റ്യൻസും ആൻസേഴ്സുമാണ് ഇന്നത്തെ ഈ ക്ലാസ്സിൽ പഠിക്കുന്നത്. എല്ലാവരും നന്നായിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായ വർഷം? ഓപ്ഷൻ ബി 1945. ഐക്യരാഷ്ട്ര സംഘടന രൂപീകൃതമായ വർഷം 1945. പ്രസന്റ് ഡയറിയുടെ കർത്താവാര്? ഓപ്ഷൻ സി ജയപ്രകാശ് നാരായണൻ. പ്രസന്റ് ഡയറിയുടെ കർത്താവാരാണ് ജയപ്രകാശ് നാരായണൻ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ഇപ്പോഴത്തെ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോകസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ലോകസഭാ മണ്ഡലങ്ങളുള്ള സംസ്ഥാനം ഉത്തർപ്രദേശ്. ഭാരതരത്നം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത? ഇന്ദിരാഗാന്ധി. ഭാരതരത്നം ലഭിച്ച ആദ്യ ഇന്ത്യൻ വനിത ഇന്ദിരാഗാന്ധി. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ഏതു വിഭാഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? തൊഴിൽ രഹിതരായ യുവതീ യുവാക്കൾക്ക്. പ്രധാനമന്ത്രി റോസ്ഗാർ യോജന ഏതു വിഭാഗത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകുന്നത്? തൊഴിൽ രഹിതരായ യുവതീ യുവാക്കൾക്ക്. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം? 1998. കേരളത്തിൽ കുടുംബശ്രീ പദ്ധതി നിലവിൽ വന്ന വർഷം 1998. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? ഗവർണർ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്? ഗവർണർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം? ന്യൂഡൽഹി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം ന്യൂഡൽഹി. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ? ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷ ജയന്തി പട്നായിക്. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ ആണ്. അതും കൂടി ഓർത്തു വയ്ക്കുക. ദേശീയ വനിതാ കമ്മീഷന്റെ ഇപ്പോഴത്തെ അധ്യക്ഷ വിജയ കിഷോർ രഹത്കർ. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളുണ്ട്? ഓപ്ഷൻ ഡി 12. ഇന്ത്യൻ ഭരണഘടനയിൽ എത്ര ഷെഡ്യൂളുകളുണ്ട്? 12 ഷെഡ്യൂളുകൾ. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ നാം ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? അയർലൻഡ്. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ഏത് രാജ്യത്തു നിന്നാണ് സ്വീകരിച്ചത്? അയർലൻഡ്. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആര്? MS സ്വാമിനാഥൻ. ഇന്ത്യൻ ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? MS സ്വാമിനാഥൻ. ഇന്ത്യയിലെ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന സംസ്ഥാനം? ഉത്തർപ്രദേശ്. ഇന്ത്യയിലെ പട്ടികജാതിക്കാർ ഏറ്റവും കൂടുതൽ അധിവസിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശ്. ചൊവ്വാഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം? കാർബൺ ഡൈ ഓക്സൈഡ്. ചൊവ്വാഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ള വാതകം കാർബൺ ഡൈ ഓക്സൈഡ്. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ? രാകേഷ് ശർമ്മ. ബഹിരാകാശ യാത്ര നടത്തിയ ആദ്യ ഇന്ത്യക്കാരൻ രാകേഷ് ശർമ്മ. നദികളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? പോട്ടമോളജി. നദികളെക്കുറിച്ചുള്ള പഠനം ഏതു പേരിൽ അറിയപ്പെടുന്നു? പോട്ടമോളജി. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം? ആർട്ടിക് സമുദ്രം. ലോകത്തിലെ ഏറ്റവും ചെറിയ സമുദ്രം ആർട്ടിക് സമുദ്രം. സംസ്ഥാന മന്ത്രിസഭകൾ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്ക്. സംസ്ഥാന മന്ത്രിസഭകൾ പിരിച്ചുവിടാനുള്ള അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്ക്. ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്തരൂപമാണ് ബിഹു? ആസാം. ഏത് സംസ്ഥാനത്തെ നാടോടി നൃത്തരൂപമാണ് ബിഹു? ആസാമിലെ. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി. പുരുഷ കബഡി ലോകകപ്പ് നേടിയ ആദ്യ രാജ്യം? ഇന്ത്യ. പുരുഷ കബഡി ലോകകപ്പ് നേടിയ ആദ്യ രാജ്യം? ഇന്ത്യ. 2024 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഫ്രാൻസ്. 2024 ഒളിമ്പിക്സിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം? ഫ്രാൻസ്. ഇന്ത്യൻ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്നത് ആര്? ദാദാസാഹിബ് ഫാൽക്കെ. ഇന്ത്യൻ സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്നത് ദാദാസാഹിബ് ഫാൽക്കെ. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്ക്? സേതുവിന്. 2022 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് സേതുവിന്. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തനാണ്. ഓർത്തുവെക്കുക. 2023 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് SK വസന്തന്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവന്. 2024 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് NS മാധവന്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപിള്ളയ്ക്ക്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം, അതായത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് KG ശങ്കരപിള്ളയ്ക്ക്. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെ? ബംഗളൂരു. ഇന്ത്യയിലെ ആദ്യത്തെ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് എവിടെയാണ്? ബംഗളൂരു. കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല? മലപ്പുറം. കേരളത്തിൽ അക്ഷയ പദ്ധതി ആദ്യമായി നടപ്പിലാക്കിയ ജില്ല? മലപ്പുറം.
അന്താരാഷ്ട്ര കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ 30. അന്താരാഷ്ട്ര കമ്പ്യൂട്ടർ സുരക്ഷാ ദിനം നവംബർ 30. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞം. കേരളത്തിലെ ഏറ്റവും ആഴം കൂടിയ തുറമുഖം വിഴിഞ്ഞം. കേരളത്തിലെ ലോകസഭാ അംഗങ്ങളുടെ എണ്ണം 20. കേരളത്തിലെ ലോകസഭാ അംഗങ്ങളുടെ എണ്ണം 20. ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? എം എൻ റോയി. ജനകീയാസൂത്രണം എന്ന പദം ആദ്യമായി ഉപയോഗിച്ചതാരാണ്? എം എൻ റോയി. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളി. സാധുജന പരിപാലന സംഘത്തിന്റെ സ്ഥാപകൻ അയ്യങ്കാളി. ഉമ്മാച്ചു എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ഉറൂബ്. ഉമ്മാച്ചു എന്ന സിനിമയുടെ തിരക്കഥാകൃത്ത് ആരാണ്? ഉറൂബ്. കയ്യൂർ സമരം നടന്ന വർഷം 1941. കയ്യൂർ സമരം നടന്ന വർഷം 1941. നവമഞ്ചരി എന്ന കൃതി എഴുതിയതാര്? ശ്രീനാരായണ ഗുരു. നവമഞ്ചരി എന്ന കൃതി എഴുതിയതാരാണ്? ശ്രീനാരായണ ഗുരു. 1936 കണ്ണൂർ മുതൽ മദ്രാസ് വരെ പട്ടിണിജാഥയ്ക്ക് നേതൃത്വം നൽകിയതാര്? എ കെ ഗോപാലൻ. 1936 കണ്ണൂർ മുതൽ മദ്രാസ് വരെ നടന്ന പട്ടിണിജാഥയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? എ കെ ഗോപാലൻ. ഫിസിക്സിൽ നോബൽ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സി വി രാമൻ. ഫിസിക്സിൽ നോബൽ പ്രൈസ് നേടിയ ആദ്യ ഇന്ത്യക്കാരൻ സി വി രാമൻ. അടുത്ത ചോദ്യം ഫൈനൽ ആൻസർ കീയിൽ ഡിലീറ്റഡ് ആണ്. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ ഭാഗം ഏത്? മോണിറ്റർ. വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്നറിയപ്പെടുന്ന കമ്പ്യൂട്ടർ ഭാഗം മോണിറ്റർ. ഏത് വർഷമാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? 1975. ഏത് വർഷമാണ് ഇന്ത്യയിൽ ആഭ്യന്തര അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്? 1975. ഇന്ത്യയിൽ ലോകസഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 25 വയസ്സ്. ഇന്ത്യയിൽ ലോകസഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ്? 25. ഇന്ത്യയിൽ രാജ്യസഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. അതും കൂടി ഒന്ന് നോട്ട് ചെയ്തോളൂ. ഇന്ത്യയിൽ രാജ്യസഭാ അംഗമാകുന്നതിനുള്ള കുറഞ്ഞ പ്രായം 30 വയസ്സാണ്. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. ലോകാരോഗ്യ സംഘടനയുടെ ആസ്ഥാനം ജനീവ. പെൻസിലിൻ കണ്ടുപിടിച്ചതാര്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. പെൻസിലിൻ കണ്ടുപിടിച്ചതാരാണ്? അലക്സാണ്ടർ ഫ്ലെമിംഗ്. ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ സത്യഭാമദാസ് ബിജു. ഫ്രോഗ്മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കുന്ന വ്യക്തി ആരാണ്? ഡോക്ടർ സത്യഭാമദാസ് ബിജു. സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. സന്തോഷ് ട്രോഫി ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഫുട്ബോൾ. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടയിടി ഒഴിവാക്കി അപകടങ്ങൾ കുറയ്ക്കുവാനായി റെയിൽവേ ആരംഭിച്ച പദ്ധതിയുടെ പേര്? കവച്. ട്രെയിനുകൾ തമ്മിലുള്ള കൂട്ടിയിടി ഒഴിവാക്കി അപകടങ്ങൾ കുറയ്ക്കുവാനായി റെയിൽവേ ആരംഭിച്ച പദ്ധതിയുടെ പേരെന്താണ്? കവച്. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില. ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്കിന്റെ ആസ്ഥാനം മനില. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. ഇന്ത്യയിൽ ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ച വർഷം 1951. ഏത് രാജ്യത്തെ പാർലമെന്റാണ് ഡയറ്റ്? ജപ്പാൻ. ഏത് രാജ്യത്തെ പാർലമെന്റിന്റെ പേരാണ് ഡയറ്റ്? ജപ്പാന്റെ. പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? സി പി രാമസ്വാമി അയ്യർ. പുന്നപ്ര വയലാർ സമരകാലത്തെ തിരുവിതാംകൂർ ദിവാൻ ആരായിരുന്നു? സി പി രാമസ്വാമി അയ്യർ. മലയാളിയായ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. മലയാളിയായ ആദ്യത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. വിവരാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2005. ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ലോക മനുഷ്യാവകാശ ദിനം ഡിസംബർ 10. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? പ്രൊഫസർ ആർ മിശ്ര. ഇന്ത്യൻ പരിസ്ഥിതി ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? പ്രൊഫസർ ആർ മിശ്ര. രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഭോപ്പാൽ. രാജീവ് ഗാന്ധി നാഷണൽ സൈബർ ലോ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ഭോപ്പാൽ. ആധുനിക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് വിളിക്കുന്നത് ആരെ? റോബർട്ട് ഓവനെ. ആധുനിക സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവെന്ന് വിളിക്കുന്നത് ആരെയാണ്? റോബർട്ട് ഓവൻ. കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ഇപ്പോൾ നിലവിൽ ആരാണ്? കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി കേരളത്തിലെ നിലവിലെ സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി ഒന്ന് ഓർത്ത് നോക്കിക്കേ, ആരാണ്? എം ലിജു ആണ് കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി. ഇപ്പോൾ പുതിയ ആൾ വന്നല്ലോ, എം ലിജു ആണ്. എം ലിജു. കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രിയും എം ലിജു ആണ് കേട്ടോ. കേരളത്തിലെ സഹകരണ വകുപ്പ് മന്ത്രി അതുപോലെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രിയും എം ലിജു ആണ്. ഓക്കെ.
തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം 1949. തിരുക്കൊച്ചി സംയോജനം നടന്ന വർഷം 1949. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി പെരിയാർ. 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചത് ആര്? മഹാത്മാഗാന്ധി. 1936 ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചതാരാണ്? മഹാത്മാഗാന്ധി.